ഇപ്പോൾ 10ന്റെയും +2ന്റെയും റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികൾക്കും 95% സ്കോർ ചെയ്ത കുട്ടികൾക്കും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കാരണം കഷ്ടപ്പെട്ട് പഠിക്കാതൊന്നും ആർക്കും ഒരു മാർക്ക് പോലും കിട്ടില്ല. അപ്പം എല്ലാത്തിനും A+ വാങ്ങിയ കുട്ടികൾക്കും 95 സ്കോർ ചെയ്ത കുട്ടികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം എല്ലാത്തിനും A+ വാങ്ങിക്കുന്നതും 95% വാങ്ങിക്കുന്നതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്. കാരണം പഠിക്കാതൊന്നും ആർക്കും കിട്ടില്ല, അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം അത് കഴിവ് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഇതൊന്നും കിട്ടാത്ത കുട്ടികൾ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തോറ്റുപോയ കുട്ടികൾ നിങ്ങൾ വിഷമിക്കരുത്. കാരണം A+ മാത്രമല്ല ജീവിതം. എല്ലാത്തിനും A+ വാങ്ങിക്കുന്നത് 90% മാത്രമല്ല ജീവിതം. അതിനപ്പുറത്തേക്കൊക്കെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അംബീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തന്നെ പോകണം. അതായത് നിങ്ങൾക്കിപ്പം A+ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ഇഷ്ടം ആ ഫീൽഡിൽ നിങ്ങൾ പോവുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ നിങ്ങൾ പോയി ചേരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് അക്കാഡമി പോയി ചേരുക. അവിടെ പോയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫുട്ബോൾ അക്കാഡമി പോയി ചേരുക. അവിടെ പോയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ കളിക്കാനാവാൻ പറ്റും. അപ്പം നമുക്ക് പഠിത്തം മാത്രമല്ല ജീവിതം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് A+ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. കാരണം A+ മാത്രമല്ല കാര്യം, ഇത് കിട്ടിയ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. കാരണം അവരൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അത് കഴിവ് തന്നെയാണ്. പക്ഷേ ഇത് കിട്ടാത്ത കുട്ടികൾ കഴിവില്ലാത്തവരല്ല, നിങ്ങൾ കഴിവില്ലാത്തവരല്ല. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇഷ്ടം, അപ്പം നമുക്ക് ഏത് ഫീൽഡ് വേണോ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കിപ്പോൾ എല്ലാത്തിനും A+ വാങ്ങുന്ന കുട്ടികളോടും അല്ലെങ്കിൽ എല്ലാത്തിനും 95% സ്കോർ ചെയ്യുന്ന കുട്ടികളോടും എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ A+ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാത്തിനും ജസ്റ്റ് പാസ്സായി പോയതാണ്. അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. കാരണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അത് മാത്രമല്ല ജീവിതം. നമുക്ക് ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അംബീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ അംബീഷനൊത്ത് ജീവിക്കുക, ആ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുക, അത് ട്രേസ് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് പഠിത്തത്തിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് ഒരു സിനിമാടനാവാൻ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സിനിമാടനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം നിങ്ങൾക്കിപ്പം ഒരു സിനിമാടനാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ ഫീൽഡിൽ പോവുക. നിങ്ങൾക്കൊരു ക്രിക്കറ്റ് കളിക്കാനാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ ഫീൽഡിൽ പോവുക. ഫുട്ബോൾ കളിക്കാനാവണം എന്ന് ആഗ്രഹമെങ്കിൽ ആ ഫീൽഡിൽ പോകും. നിങ്ങൾ ചിലപ്പോൾ നാളെ രാജ്യം അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനോ അല്ലെങ്കിൽ രാജ്യം അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരനോ ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് പഠിത്തം മാത്രമല്ല ജീവിതം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് അല്ലെങ്കിൽ A+ കിട്ടിയില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. നാളെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച് എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങി പാസ്സായി പോയ ആൾക്കാർ ചിലപ്പം അവരറിയപ്പെടേണ്ടത് നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരെന്ന നിലയ്ക്കായിരിക്കും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിത്തം മാത്രമല്ല ജീവിതം. ഇപ്പോൾ പഠിച്ച് ഒരു ടെസ്റ്റ് എഴുതി ഒരു ജോലി വാങ്ങുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല ജീവിതം. ഇപ്പം നമ്മൾ പഠിച്ച് ടെസ്റ്റ് എഴുതി ജോലി വാങ്ങുക എന്നുള്ളതല്ലല്ലോ, അതിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം നമ്മൾ ഒരു ക്ലാസ് റൂമിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഈ 50 കുട്ടികളിൽ പല കഴിവുള്ളവർ കാണും. ഇപ്പം നമ്മുടെ ലാലേട്ടനെ പോലെ നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ളവർ കാണും, യേശുദാസ് സാറിനെ പോലെ നല്ലപോലെ പാട്ട് പാടാൻ കഴിവുള്ളവർ കാണും, ടെൻഡുൽക്കറിനെ പോലെ ക്രിക്കറ്റ് കളിക്കാൻ കഴിവുള്ളവർ കാണും, റൊണാൾഡോയെ പോലെ നല്ലപോലെ ഫുട്ബോൾ കളിക്കാൻ കഴിവുള്ളവർ കാണും. അങ്ങനെ പല കഴിവുള്ളവരും കാണും. ഈ ഇത്രയും പേരെയും കൂടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വിലയിരുത്തുന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫെയിലായി കഴിഞ്ഞാൽ അവൻ ഒന്നിനും കൊള്ളാത്തവനെന്ന് കൺസിഡർ ചെയ്യും. അതല്ല, ഇപ്പം നമ്മളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ വളർത്തിയെടുക്കുക, അതാണ് ജീവിതം. ഇപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗൽ എന്ന രാജ്യത്ത് നടന്നൊരു കഥ. അപ്പം ഇതിപ്പോൾ പറയുന്നത് കേൾക്കുമ്പം പലർക്കും അത് മനസ്സിലാവും. കാരണം അദ്ദേഹം ലോക പ്രശസ്തനായ വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗൽ എന്ന രാജ്യത്ത് ഒരു 7-ോ 8-ലോ പഠിക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ക്ലാസ്സിലൊന്നും കയറാതെ എപ്പോഴും ഫുട്ബോൾ കളിച്ച് നടക്കും. ഈ പയ്യൻ്റെ അച്ഛനൊരു ഷെഫാണ്. അപ്പോൾ ഈ പയ്യൻ എപ്പോഴും ഇങ്ങനെ ഫുട്ബോൾ കളിച്ചിങ്ങനെ നടക്കുമ്പം ഈ പയ്യൻ്റെ ടീച്ചർ ഒരു ദിവസം ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഒന്നും പഠിക്കാതെ ഫുട്ബോൾ കളിച്ച് നടന്നു, അവസാനം നിനക്ക് നിൻ്റെ അച്ഛനെ പോലെ ഒരു ഷെഫാവാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ പറ്റി പറഞ്ഞപ്പം ഈ പയ്യന് വിഷമം വന്നു. അന്ന് ആ പുസ്തകം ബുക്കും ടീച്ചറിൻ്റെ മുഖത്തേക്ക് വലിച്ചു കളഞ്ഞിട്ട് ഈ പയ്യൻ ആ ക്ലാസ്സിൻ്റെ പടി ഇറങ്ങിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് വീക്കായപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ആ സ്കൂൾ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് ഈ പയ്യൻ എയർപോർട്ടിൽ വന്നിറങ്ങുക. അന്ന് ആ എയർപോർട്ടിന് വരെ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. അതാണ് ജീവിതം. അപ്പം നിങ്ങൾ ചോദിക്കും എല്ലാവർക്കും റൊണാൾഡോയെ പോലെ ആവാൻ പറ്റുമെന്ന്. നിങ്ങൾ റൊണാൾഡോയെ പോലെ ആവണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് വാ. നിങ്ങളുടെ ഉള്ളിലെ കഴിവ് തിരിച്ചറിയുക. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക.
പഠിത്തം മാത്രമല്ല ജീവിതം. അപ്പോൾ എല്ലാത്തിനും A+ വാങ്ങുന്നതും അതൊക്കെ നല്ല കാര്യം തന്നെ, അതൊക്കെ കഴിവാണ്. അതൊക്കെ നല്ലപോലെ പഠിക്കാവുന്ന ആർക്കും കിട്ടത്തില്ല. നല്ലപോലെ പഠിച്ചാൽ ആർക്കും ഒരു A+ഓ അല്ലെങ്കിൽ 90% ഒന്നും ഒരാൾക്കും വെറുതെ കിട്ടത്തില്ല. പക്ഷേ അത് മാത്രമല്ല ജീവിതം. A+ മാത്രമല്ല ജീവിതം, അതിനപ്പുറത്തേക്കൊക്കെ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം A+ കുറഞ്ഞു പോയെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പെർസെൻറ്റ് താന്നു പോയെങ്കിലോ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്. നാളെ ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യ അറിയപ്പെടുന്നൊരു വ്യക്തി ആയേക്കാം, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്നൊരു വ്യക്തി ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് A+ൽ മാത്രമല്ല ജീവിതം. നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനിൽ ഇതാക്കും. ഇപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം പഠിത്തപരമായ അല്ലാതെ കലാപരമായ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഫീൽഡിൽ വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ ജീവിതം ഒന്നേ ഉള്ളെന്ന് ആലോചിക്കുക, ആ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നിടത്ത് എത്തുക, അല്ലാതെ ആ നിരാശയായിട്ട് മരിച്ചു കൂട്ടൊരു കാര്യമില്ല. അപ്പം അംബീഷനൊത്ത് ജീവിക്കുക, പാഷനൊത്ത് ജീവിക്കുക. നിങ്ങൾക്കിപ്പം പഠിക്കാൻ നിങ്ങൾ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, ഇപ്പം നിങ്ങൾക്കിപ്പം സ്റ്റഡീസിൽ നിങ്ങൾ മോശമാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും, ഉറപ്പാണ്. ഒരു കഴിവില്ലാത്തൊരു വ്യക്തി ഒരിക്കലും കാണില്ല. അപ്പം അതുകൊണ്ട് പഠിത്തം മാത്രമല്ല ജീവിതത്തിന് അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ പുറകോട്ട് പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്പോർട്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിനിമ ചൂസ് ചെയ്യാം, മ്യൂസിക് ചൂസ് ചെയ്യാം. ആ ഫീൽഡിൽ പോയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് A+ കുറഞ്ഞു പോയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പെർസെൻറ്റ് താന്നു പോയെന്ന് പറഞ്ഞോ ഒന്നും നിങ്ങളൊരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല. പഠിത്തം മാത്രമല്ല ജീവിതം, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പം സ്റ്റഡീസിൽ ഇച്ചിരി മോശമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫീൽഡിൽ നിങ്ങൾക്ക് കഴിവ് കാണും. അപ്പോൾ ആ ഫീൽഡിൽ പോയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക. അപ്പം എല്ലാത്തിനും A+ വാങ്ങിയ കുട്ടികൾക്ക്, നല്ല പെർസെൻറ്റ് വാങ്ങിയ കുട്ടികൾക്ക് എല്ലാം കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ. ഇത് കിട്ടാത്ത ആൾക്കാർ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചിലപ്പം ഈ എല്ലാത്തിനും A+ വാങ്ങിയ കുട്ടികളെയൊക്കെ കാട്ടിൽ ഭാവിയിൽ ഒരു വലിയ ആളായി മാറാൻ പറ്റും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്കത് പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനൊത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യുക. ഏത് ഫീൽഡിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് അത് തിരിച്ചറിയുക, എന്നിട്ട് അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ആ ഫീൽഡിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ആരും ഒന്നും വിഷമിക്കരുത്. A+ മാത്രമല്ല ജീവിതം, അല്ലെങ്കിൽ അത് നല്ല പഠിത്തത്തിൽ എല്ലാത്തിനും 90% സ്കോർ ചെയ്യുന്ന മാത്രമല്ല ജീവിതം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുക, അതിനെ വളർത്തിയെടുക്കുക. ഓക്കെ, താങ്ക് യു.